ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബൺ ദോശ അഥവാ പഞ്ഞിയപ്പമാണ്. പേര് ദോശ എന്നാണെങ്കിലും അപ്പത്തിനോടാണ് കേട്ടോ ഇതിന് കൂടുതൽ സാമ്യം. ബൺ പോലെ നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുങ്ങിക്കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരി അളന്ന അതേ ഗ്ലാസ്സിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ 1 ഗ്ലാസ് വെള്ള അവിലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം പകുതി അരച്ചെടുക്കാം കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാവ് അധികം ലൂസാവരുത്. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല കട്ടിക്കാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് ആദ്യം അരച്ച പോലെ തന്നെ അരച്ചെടുക്കാം. അധികം ലൂസാവാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിതിൽ ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് ഇതുപോലെ മുകളിലേക്ക് കോരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എയർ ബബിൾസൊക്കെ നന്നായിട്ട് വന്ന് മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, എയർ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ പൊങ്ങി വരുള്ളൂ കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കട്ടിയാണ് കേട്ടോ നമ്മുടെ മാവിന്. ഇനി തവി വെച്ചിട്ട് ശക്തി കുറച്ച് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മാവ് റെഡിയായി. ഇനി നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അപ്പം ചുട്ടെടുക്കാൻ. മാവ് ഒഴിച്ചതിന് ശേഷം ചുറ്റിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അടിഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ബണ്ണ് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. 2 സെക്കൻഡിന് ശേഷം നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. വീണ്ടും നമുക്ക് അടുത്ത ബൺദോശ തയ്യാറാക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നല്ല ബണ്ണ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗമൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. 2 സെക്കൻഡിന് ശേഷം നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്ന് എടുക്കാം. അങ്ങനെ എല്ലാ ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ബണ്ണ് പോലെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഏത് കറിയുടെ കൂടെ കഴിക്കാനും സൂപ്പറാണ്. എന്നും ദോശയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. തയ്യാറാക്കാനായിട്ടാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.